പ്രേസ് ലോർഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും ശുഭമായി സുഖമായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഗുണങ്ങളെപ്പറ്റി, കർത്താവിൻ്റെ പ്രത്യേകതയെപ്പറ്റി, ദൈവം ആരെന്ന അനേക കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ഹിതമെങ്കിൽ അതേപ്പറ്റി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് ഞാൻ നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഒന്നാമതായി നമ്മുടെ ദൈവം ആശ്വാസദായകനാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതികൂലമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്. ആശ്വാസം ആരൊക്കെ തന്നാലും ആശ്വാസം വരാത്ത അനുഭവം കടന്നു വരാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന എല്ലാവർക്കും ആശ്വാസം കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവേ എൻ്റെ വിഷയം ഇതാകുന്നു എന്ന് പറഞ്ഞ് ആര് വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ഭാരം മാറ്റി ആ വ്യക്തിക്ക് ആശ്വാസം നൽകുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. രണ്ടാമതായി സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അകൃത്യം മോചിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. യെരൂശലേമിനോട് ആദരവോട് ദൈവം സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ആ അകൃത്യം മോചിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. രക്താംബരം പോലെ കടിച്ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ പാപിയായ ഒരു വ്യക്തിയാവുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഇനി യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു, യേശുവെ എൻ്റെ കുരിശുകൾ എന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണേ, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമെന്ന് ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ, ആര് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമോ, വായും കൊണ്ട് ഏറ്റുപറയുമോ, ആ വ്യക്തി ഒരു ദൈവ പൈതലായി തീരും. അവൻ്റെ അകൃത്യത്തെ ദൈവം മോചിപ്പിക്കുവാനിടയായി തീരും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കള്ളത്തരം ചെയ്തു വെച്ചു, അത് മോഷ്ടിച്ചു സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ സ്തോത്രം, ആ വ്യക്തിയെ പിടിക്കപ്പെട്ടു. അപ്പം നമ്മളെല്ലാവരും പറയാം അവൻ മോഷ്ടാവാണ്, അവൻ കള്ളനാണെന്ന് സമൂഹം അവനെ മുദ്രകൊള്ളും. എന്നാൽ അവൻ്റെ കുറവ് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധി കടന്നു വന്ന്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഇങ്ങനെ സാഹചര്യം കൊണ്ട് ഞാനത് ചെയ്തു പോയി, ഇനി ചെയ്യുകയില്ലെന്ന് അവൻ തീരുമാനമെടുത്തു. ദൈവം അവനെ സ്തോത്രം നീതീകരിച്ചു. അവനൊരു ദൈവപൈതലായി തീർന്നു. സ്തോത്രം. പക്ഷേ ദൈവം ഒരിക്കലും അവനെ വീണ്ടും കള്ളനായി കാണുന്നില്ല. സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ പൈതലായിത്തീരും. എന്നാൽ വീണ്ടും ആ വ്യക്തിയെ കണ്ടാൽ നമ്മളിൽ പലരും അവനെ കള്ളനായി വീണ്ടും ചിന്തിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവം ഒരുവൻ്റെ അകൃത്യം മോചിപ്പിച്ചാൽ അത് തീർച്ചയായും എന്നേക്കും അത് മോചിച്ചിരിക്കും. അപ്പം നമ്മുടെ ദൈവം ഒന്നാമത് സ്തോത്രം ആശ്വാസദായകനാണ്. രണ്ടാമത് അവൻ അകൃത്യം മോചിപ്പിക്കുന്നവനാണ്. മൂന്നാമതായി യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പേരും വഴി നിരപ്പാക്കുവീൻ. ഹല്ലേലൂയ. അതിൻ്റെ 4-ാം വാക്യത്തിൽ, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അപ്പോൾ വഴി ഒരുക്കുന്നവൻ, ഹല്ലേലൂയ, വഴികളെ നിരപ്പാക്കുന്നവൻ. നമുക്ക് പലപ്പോഴും നമ്മളുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ അത് മലയായി തോന്നും, അത് ഭാരമായി തോന്നും, അത് വളരെ ദുർഘടമായി പോലും. എന്നാൽ ദൈവം നമ്മുടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വഴികളെ എല്ലാം കർത്താവ് നിരപ്പാക്കി തന്നിട്ട് ജയോത്സവമായി സന്തോഷത്തോടെ കർത്താവിൻ്റെ കൃപയിൽ മുന്നേറുവാൻ നമുക്ക് കഴിയും. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ മുൻപായി പോകുന്നുവെങ്കിൽ നമ്മുടെ വഴികളെ സ്തോത്രം നിരപ്പാക്കി തരുന്നവരാണ്. നമ്മുടെ ദുർഘടമായ വഴികളെ സ്തോത്രം നിരപ്പാക്കി വളരെ സുമുഖമായി കടന്നു പോകാൻ തക്കവണ്ണം നമ്മുടെ വഴികളെ നിരപ്പാക്കുന്നവനാണ് യഹോവയായ ദൈവം. സ്തോത്രം. നാലാമതായി നമ്മുടെ ദൈവം മഹത്വമുള്ളവനാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ യഹോവയ്ക്ക് ഒരു മഹത്വമുണ്ട്, അത് സകല ജഡവും കാണും. അപ്പോൾ നമ്മുടെ ദൈവം മഹത്വമുള്ളവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സകല മാനത്തിനും ബഹുമാനത്തിനും യോഗ്യനായവൻ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും വിളിച്ചു പറയും, കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ബഹുമാനത്തിന് യോഗ്യനെന്ന്. സ്തോത്രം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമമാണ്, നമ്മുടെ യഹോവയുടെ നാമമാണ്. അപ്പോൾ ദൈവം മഹത്വമുള്ളവനാണ്, മഹത്വത്തിനും ബഹുമാനത്തിനും യോഗ്യനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ.
അഞ്ചാമതായി ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നിത്യനാണ്. സ്തോത്രം. 8-ാം വാക്യം യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നാം ഈ കാണുന്നതെല്ലാം ഹല്ലേലൂയ നശിച്ചു പോകും. ഹല്ലേലൂയ. മനോഹരമായ ചെടികളെയൊക്കെ നമ്മൾ നട്ടു വളർത്തും, എന്നാൽ അത് ഫലം തന്ന ശേഷം അല്പം കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവയൊക്കെ വാടിപ്പോകും, പിന്നെ അവയെ കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനേക പ്രഭുക്കന്മാർ ഈ രാജ്യങ്ങളിലുണ്ട്, അനേക രാജ്യങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്, സ്തോത്രം, കെട്ടിടങ്ങളുണ്ട്, എന്നാൽ അവയെല്ലാം നശിച്ചു പോകുമെന്നാൽ നശിച്ചു പോകാതെ എന്നേക്കും നിലനിൽക്കുന്ന, ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും നശിപ്പിക്കാൻ പെടാത്തതുമായ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ദൈവമായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നിത്യനാകുന്നു, ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ നിത്യനായ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. സ്തോത്രം. അടുത്തതായി പറയുകയാണ്, സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശക്തിയോടെ ഉയർത്തുക. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയപ്പെടാതെ യഹൂദ നഗരങ്ങളെ നോക്കിയിട്ട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക എന്നവിടെ പറയുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം മഹത്വത്തിന് യോഗ്യനായ ഹല്ലേലൂയ സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നവനായ ഹല്ലേലൂയ അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അപ്പൊ ബലശാലിയായ ദൈവം ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ഭുജം അവന് വേണ്ടി പാരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ബലശാലിയായ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഹല്ലേലൂയ, അന്ധകാര മണ്ഡലങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയാത്ത ബലശാലിയായ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളെ സ്തോത്രം. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ദൈവം ബലശാലിയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ വായിച്ചല്ലോ, അവന്റെ കയ്യിൽ കൂലിയും പ്രതിഫലവും നൽകുന്നു. നമ്മൾ ചെയ്യുന്ന നല്ലതായാലും ചീത്തയായാലും അതിന് പേരിൽ പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം പറയുന്നതെല്ലാം ഇന്ന് എല്ലായിടത്തും CC ക്യാമറയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നാട്ടിലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന നടക്കുന്നതും ഇടപെടുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ സ്വഭാവം എല്ലാം കർത്താവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ ക്രമപ്പെടുത്തുന്നതും കർത്താവ് കാണുന്നു. ആ കർത്താവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലവും ഹല്ലേലൂയ കൂലിയും ലഭിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ 11-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ഇടയനെ പോലെ അവൻ തന്റെ കാട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്ത് ചേർത്ത് വഹിക്കുകയും തള്ളകളെ പെതുക്ക് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ വലിയ ഇടയനായ ദൈവം ഹല്ലേലൂയ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത നല്ല ഇടയനായ ഹല്ലേലൂയ വലിയ ഇടയനായ ഹല്ലേലൂയ സ്തോത്രം തന്റെ ആടുകളെ മേയിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം തന്നെ ദൈവജനത്തെ മേയിക്കുന്ന സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. സർവശക്തൻ എന്ന് ഹല്ലേലൂയ യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇരിക്കുകയാണ്, തൻ്റെ ഉള്ളം കൊണ്ട് വെള്ളം അളക്കുകയും ഷാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണങ്ങളൊക്കെയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാണ്. അപ്പം നമ്മുടെ ദൈവം നോക്കിക്കേ, ഹല്ലേലൂയ കർത്താവ് തൻ്റെ ഉള്ളം കൊണ്ട് വെള്ളത്തെ അളക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അതിൻ്റെ എത്ര ഒരു അംശം പോലും നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ദൈവം ഈ ഭൂമിയിലുള്ള സകല വെള്ളത്തെയും തൻ്റെ ഉള്ളം കൈകൊണ്ട് അളക്കും. ഹല്ലേലൂയ. ഞാനുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം ഒക്കെയും ഭൂമിയുടെ പൊഴി തന്നെ നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും ഹല്ലേലൂയ കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോഴാരാ? സർവശക്തനാണ്. സ്തോത്രം. അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവരാൻ ആർ? ഹല്ലേലൂയ. സർവജ്ഞാനിയാണ് നമ്മുടെ ദൈവം. ഒരാൾക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരുവന്റെയും ഹല്ലേലൂയ സ്തോത്രം റെക്കമെൻഡേഷൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് 21-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ സർവ്വവ്യാപിയാകുന്നു നമ്മുടെ ഹല്ലേലൂയ. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയോ, നിങ്ങൾ കേട്ടിട്ടില്ലയോ, ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ,
ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? സ്തോത്രം. അപ്പൊ സർവ്വവ്യാപിയായ ദൈവം ഹല്ലേലൂയ ഏത് ദേശത്തും ഏത് അവസ്ഥയിലും ഇരുട്ടിലും വെളിച്ചത്തിലും എവിടെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ദൈവം സർവ്വവ്യാപിയാകുന്നു. സ്തോത്രം. അത്യുന്നതനെന്ന് ഹല്ലേലൂയ അതിന് 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ ഭൂമണ്ഡലങ്ങൾക്ക് മകൾക്ക് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടിക്കിളികൾ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർത്തിക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ചെയ്യുന്നു ആകാശത്തെ. അപ്പൊ നമ്മുടെ ദൈവം ഹല്ലേലൂയ അത്യുന്നതനാണ്. സ്തോത്രം. അവന്റെ മേളിൽ വേറെ ഉന്നതനില്ല. സ്തോത്രം. അത്യുന്നതനാണ് നമ്മുടെ ദൈവം എന്നാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ നട്ട ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരുന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റ് പോലെ ചാരടിയായി പാടി പോവുകയും ചെയ്യുന്നു. സ്വതപ്പം ഹല്ലേലൂയ നമ്മുടെ ദൈവം സകലവും ക്രമപ്പെടുത്തുന്നവനാണ്. സകല അധികാരവും സകലതും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സകലതും ഉളവായി പെട്ടെന്ന് വരും, ചിലതിനെ അവിടെ പിന്നെ കാണത്തില്ല. എന്നാൽ ഇതിനെല്ലാം സകലത്തിനെ ക്രമപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാൽ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുപ്പിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. സ്തോത്രം. നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും ആകാശത്ത് ഹല്ലേലൂയ നിൽക്കുന്നു. ഹല്ലേലൂയ നക്ഷത്രങ്ങൾക്ക് പേര് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ദൈവ സകലവും നിയന്ത്രിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തെ ദൈവസന്നിധി ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവമായി തീർന്നാൽ അത് ഏറ്റവും മഹത്വകരമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ന്. നമ്മെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാം എന്ത് പറയുന്നു, നാം എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിലെ സകലത്തെ നിയന്ത്രിക്കുവാൻ, എന്നെ ശ്രദ്ധിക്കുവാൻ, എന്നെ വഴി നടത്തുവാൻ ഹല്ലേലൂയ സർവശക്തനായ സർവജ്ഞാനിയായ ബലശാലിയായ അത്യുന്നതനായ സകല മഹത്വത്തിന് യോഗ്യനായ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്നും ഓർത്ത് ഭാരപ്പെടരുത്. ഹല്ലേലൂയ നിരാശപ്പെടരുത്. കാരണം എൻ്റെ ദൈവം കാലങ്ങളെയും ഗതികളെയും മാറ്റും. ഹല്ലേലൂയ സകലത്തെയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിയന്ത്രിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നടത്താം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ഒന്നിനെയും ഭയപ്പെടരുത്. ഹല്ലേലൂയ. എന്തെങ്കിലും നമുക്ക് ലഭിച്ചില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. കാരണം അത് നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. എന്തെങ്കിലും അധികം ആരെക്കാളും കൂടുതൽ ലഭിച്ചെങ്കിൽ അതോർത്ത് അധികം സന്തോഷിക്കരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദാനമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിനെ ഹല്ലേലൂയ നന്നായി മനസ്സിലാക്കി ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആമേൻ.